ഭദ്രേ അമ്മ ആലോചിക്കുന്നേ, നമുക്ക് ആർക്കൊക്കെ എതിരെ കോടതിയിൽ കേസ് കൊടുക്കാൻ പറ്റുന്നത്? ആൾക്കാര് ഏതൊക്കെ ആൾക്കാര്? ശത്രുക്കൾക്ക് എതിരെ കൊടുക്കാം. ശത്രുക്കളോ? ശത്രുക്കൾ എങ്ങനെയുള്ള ശത്രുക്കള്? എങ്ങനെയാണ് ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളോട് അതന്നെ പറയണത്. ഈ പ്രേതങ്ങളെ എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് അത് വെച്ചിട്ട് കോടതിക്കൊന്നും പോകില്ല. പിന്നെ കോടതി പ്രേതങ്ങൾക്കെതിരെ കേസ് കൊടുക്കാൻ എപ്പോ എവിടെ? ന്യൂയോർക്കില് ഗോസ്റ്റ് ബസ്റ്റേഴ്സ് റൂളിംഗ് എന്ന് പറഞ്ഞ 1991 പറയണത് എന്താണെന്നറിയോ? നമ്മളൊരു വീട് വാങ്ങിച്ചു. ആ വീട്ടിൽ നമുക്ക് ഭയങ്കര പ്രേതശല്യം. പ്രേതശല്യമാണെന്ന് വിചാരിക്കുക. നമ്മളിപ്പോ പ്രേതങ്ങൾ ഒഴിപ്പിക്കാൻ നമ്മുടെ നാട്ടിലൊക്കെ എന്താ ചെയ്യാ? പൂജ, മരുന്ന്, മന്ത്രവാദം ഇതൊന്നും വേണ്ടാന്ന്. ഹോമം ഒന്നും വേണ്ടെന്ന്. നേരെ കോടതിക്കാണ് പോവാ. അപ്പൊ കോടതി പറഞ്ഞ പ്രേതം പോവോ? ഇല്ലല്ലോ. പക്ഷെ പറഞ്ഞെന്താ അറിയോ? നമ്മളൊരു വീട് വാങ്ങിക്കുന്ന സമയത്ത് ആ വീടിന്റെ ഉടമസ്ഥൻ നമ്മളോട് പറയണം വീട്ടിൽ പ്രേതശല്യം ഉണ്ടോ ഇല്ലയോ. ഉടമസ്ഥന് അറിയില്ലേ പക്ഷെ അറിയാന്ന് വിചാരിക്കുക പ്രേതശല്യം ഉണ്ടെന്ന്. നമ്മളോടത് പറയാതെ വീട് വെച്ച് വിചാരിക്കുക വീട്ടിൽ പ്രേതശല്യം ഉണ്ടെങ്കിൽ നമുക്ക് ഉടമസ്ഥനെതിരെ കേസ് കൊടുക്കാം. എന്തിന്? പ്രേതശല്യമുള്ള കാര്യം പറയാതെ വീട് വെച്ചു എന്നുള്ളതിന്. അപ്പൊ വീടിന്റെ വില, വീടിന്റെ പഴക്കം, വീടിന്റെ ക്വാളിറ്റി, ഇതിനേക്കാളൊക്കെ പ്രധാനമാണ് വീട്ടില് പ്രേതമുണ്ടോ ഇല്ലയോ.